Computer and Mobile Tips YouTube channel subscribe ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഞാനിവിടെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് ആപ്റ്റോയിഡ് എന്ന് പറയുന്ന ആപ്പ് സ്റ്റോറിൽ നിന്നുമാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടച്ച് റീടച്ച് ഫ്രീ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര്. ഈ ആപ്ലിക്കേഷന്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. ഞാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നിന്നും ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആക്കിയതിനു ശേഷം ഞാൻ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഞാൻ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുകയാണ്. നോക്കാം, ഞാൻ ഇവിടെ നിന്നും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഈ ഫോട്ടോയിൽ നിന്നും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ട്രോം എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഞാൻ ഇവിടെ നിന്ന് മായ്ച്ചു കളയാൻ പോവുകയാണ്. നമ്മൾ ചിലപ്പോൾ ഫോട്ടോകൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ഫോട്ടോയിലേക്ക് ചിലപ്പോൾ കടന്നു വരാം. നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നമ്മളുടെ ഫോട്ടോ ക്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഫോട്ടോ ക്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിന് ഇപ്പുറത്തോട്ടുള്ള ഭാഗം മൊത്തം ക്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഈ സ്ട്രോം എന്ന് എഴുതിയിരിക്കുന്നത് കളയാൻ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്കൊരു ബ്രഷ് ടൂൾ ലഭിക്കും. ബ്രഷ് ടൂള് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ സ്ട്രോം എന്ന് എഴുതിയിരിക്കുന്നിടത്ത് നിങ്ങൾ ഇതേപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സ്റ്റാർട്ട് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഇപ്പോൾ ഇവിടെ സ്ട്രോം എന്ന് എഴുതിയിരുന്നത് ഡിസപ്പിയർ ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ ഏത് ഭാഗം നിങ്ങൾക്ക് വേണ്ടയോ അത് നിങ്ങൾക്ക് ഇതേപോലെ റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും. ഫോട്ടോ ക്രോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ടൂൾ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഫോട്ടോഷോപ്പിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ വേണ്ടാത്ത ഭാഗങ്ങൾ റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു ഫോട്ടോ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ ഫോട്ടോ ഇവിടെ സേവ് ചെയ്യുന്നില്ല. ഇതിനിവിടെ നോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് മറ്റൊരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് മറ്റൊരു ഫോട്ടോ സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഫോട്ടോയിൽ ഈ കാണുന്ന ഈ ഭാഗം ഞാൻ റിമൂവ് ചെയ്യുകയാണ്. അതിനായിട്ട് വീണ്ടും നമ്മളുടെ ബ്രഷ് ടൂൾ എടുത്തു. അതിനുശേഷം ഈ ഭാഗം നമ്മൾ നോക്കുക ഇതേപോലെ മാർക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മളുടെ സ്റ്റാർട്ട് ടൂളിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുക, നമുക്ക് വേണ്ടാതിരുന്ന ആ ഭാഗം ഡിസപ്പിയർ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. ഇതേപോലെ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോയിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഫോട്ടോയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോട്ടോ മുഴുവൻ ക്രോപ്പ് ചെയ്യാതെ ഇതേപോലെ ഈ ടൂൾ ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് അങ്ങനെയുള്ള ഭാഗങ്ങൾ ഹൈഡ് ചെയ്ത് കളയാൻ സാധിക്കും. ഇത്രയുള്ള ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.